ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരരെ, എല്ലാവർക്കും നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പുതിയ വർഷം നമ്മുടെ കർത്താവിൻ്റെ കരുണയിലേക്കും കൃപയിലേക്കും സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ പുതിയ വർഷം ആരംഭിക്കാം. ഇന്ന് ഡിസംബർ 31, ആഴ്ചയുടെ അവസാനത്തെ ദിവസമാണ്, മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്, വർഷത്തിൻ്റെയും അവസാനത്തെ ദിവസമാണ്. ഇത് മൂന്നും ഒത്തു വന്നിരിക്കുകയാണ്. നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. ഈ ഒരു വർഷക്കാലം മുഴുവൻ നമ്മെ വഴി നടത്തതിനെ ഓർത്ത് ഈ ഒരു വർഷത്തിൽ നമുക്കുണ്ടായ എല്ലാ അനുഭവങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയിലേക്കെല്ലാം കർത്താവിൻ്റെ മഹത്വം കടന്നു വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലകളെയൊക്കെ നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് വിട്ടുകൊടുക്കാം. നാളെ എന്താണ് എന്ന് നമുക്കറിയില്ല, അതും കർത്താവിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് വിട്ടുകൊടുക്കാം. നമ്മൾ ഈ ആഴ്ചക്കാലം ധ്യാനിക്കുന്ന വചനം ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്നുള്ള വചനമാണ്. പ്രിയപ്പെട്ട സഹോദരരെ, ഈ വചനം ധ്യാനിക്കുമ്പോൾ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം നമ്മുടെ ജീവിതം മുഴുവൻ, ഈ വരുന്ന വർഷക്കാലം മുഴുവൻ കർത്താവിൻ്റെ ആത്മാവിൽ നമ്മൾ ജീവിക്കണം എന്ന് നമ്മെ തന്നെ ഓർമ്മപ്പെടുത്താനാണ്. നമുക്ക് കടന്നു വരുവാൻ പോകുന്ന അനുഭവങ്ങൾ എന്തു തന്നെയാണെങ്കിലും അവ നേരിടാൻ, അവ തരണം ചെയ്യാൻ, അവയിലൂടെ കടന്നു പോകാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും കടന്നു പോകാനായിട്ട്, സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെതുമായിട്ടുള്ള എല്ലാ നിമിഷങ്ങളെയും കടന്നു പോകാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മെ സ്വയം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വചനം നമ്മൾ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരരെ, ഈ വചനം നമുക്ക് ഏറ്റവും സ്നേഹത്തോടും കൂടെ, ഭക്തിയോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഈ പുതുവത്സരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ കൃപ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.